രാവിലെ 6:45 7 മണി എന്നാണ് സമയം. നമുക്ക് ആകെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടിയാൽ നമുക്ക് ഉറങ്ങാൻ കിട്ടുന്ന ദിവസമല്ലേ. ഞാൻ കിടന്ന് ഉറങ്ങും. ഞാൻ നോക്കുമ്പോൾ 6:45 7 മണി സമയത്ത് ഡോറിൽ ബെല്ലടി. എന്തെങ്കിലും അത്യാവശ്യമാണോ എന്നൊക്കെ പിടിച്ച് അങ്ങനെ ബെല്ലടി. എന്നിട്ട് അമ്മ പോയി തുറന്നപ്പോല്ലേ ആൻറ്റി പ്രിയല്ലേ. അപ്പൊ എനിക്കിത് റൂമിനകത്തുനിന്ന് കേൾക്കാം. അപ്പൊ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ പുറത്തേക്ക് പോയി. എന്താ ചേച്ചി കാസ്റ്റ് ചെയ്ത സമയത്ത് ലൈക്ക് മാനേജേഴ്സ്, അപ്പം നമ്മൾ മാനേജേഴ്സിനോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ടോക്ക് വന്നിരുന്നു ആക്ച്വലി. ഒബ്വിയസ്ലി ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു പ്രോബ്ലി ഒരു 20% ആണെങ്കിലും കുറച്ച് കൂടുതൽ സ്ക്രീൻ സ്പേസ് രജിസ്റ്റർ ചേച്ചിക്ക് ഉണ്ടാവും എന്നുള്ളത് എൻ്റെ അടുത്ത് വിളിച്ചപ്പോഴേ പറഞ്ഞിരുന്നു. ആൻഡ് ഐ വാസ് കംപ്ലീറ്റ്ലി ഫൈൻ വിത്ത് ദാറ്റ്. ആൻഡ് ദേ വർ ലൈക്ക് ഇതിപ്പോൾ നീ ഇങ്ങനെ പറയും, പക്ഷെ പോകുന്ന സമയത്ത് പ്രോബ്ലി അങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് വന്നേക്കാം, നിനക്ക് മേ ബി ഈഗോ അടിച്ചേക്കാം. ആൻഡ് ഐ എം ലൈക്ക് എവിടെ ഇതിന്റെ കഥ ഞാൻ പറഞ്ഞു. ഞങ്ങൾ കഷ്ടപ്പെട്ടൊരു ദിവസം എന്നാ ഇന്നിവിടെ ഒരു പ്രാങ്ക് നടത്തി. അത് ഇവളുടെ ഐഡിയ ആയിരുന്നേ, നമ്മളല്ല. ഇവള് പ്രാങ്ക് ചെയ്യണം. പിന്നെ അപ്പം നമ്മളത് 40 ദിവസമായി എന്റർടൈൻമെന്റ് എന്തെങ്കിലും വേണ്ടേ. അപ്പം ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഇത് ഏറ്റവും എളുപ്പമായിട്ടൊരു സെറ്റിൽ നമുക്ക് കോസ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നം എന്താ, ആക്ടർമാർ തമ്മിൽ തല്ല്. ആ ഫിലിമിൽ നോക്കുകയാണെങ്കിൽ അതിലൊരു കിസ്സിങ് സീനുണ്ട്. അപ്പം അതിനുശേഷം ഇങ്ങനെ ഓക്കെ ഷീസ് ഓപ്പൺ ടു ഡൂയിങ് സീൻസ് ലൈക്ക് ദാറ്റ് എന്നുള്ള രീതിയിലുള്ളൊരു അങ്ങനത്തെ രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ വേണ്ടാന്ന് വെക്കുകയും ചെയ്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നമുക്ക് ചോദിച്ചു പോവാം. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇംഗ്ലീഷ് കഫേ. ചോദിച്ചു പോകും. അപ്പോൾ ഇന്ന് കൊള്ള എന്ന് പറയുന്ന മൂവി June 9th റിലീസാകാൻ പോവാണ്. അപ്പോൾ അതിലെ 2 ആക്ടേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. 2 പേരും സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്ത ഒരു മൂവിയാണ്. രജിഷ വിജയൻ ആൻഡ് പ്രിയ പി വാര്യർ. ഹലോ. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വലി കൊള്ള എന്ന് പറയുന്ന മൂവി? വാട്ട് ഇസ് ഇറ്റ് ഓൾ അബൌട്ട്? കൊള്ള ഇസ് അബൌട്ട് ഒരു കൊള്ള നടക്കുന്നുണ്ട്. അപ്പം അതിനെ ചുറ്റിപ്പറ്റി ഇപ്പം ഈ പറഞ്ഞ പോലെ 2 പെൺകുട്ടികൾ ഹൗ ദേ ആർ കണക്റ്റഡ് ടു ദാറ്റ് ഇൻസിഡൻറ്റ്, അവരൊരു നാട്ടിലേക്ക് വരുമ്പോൾ ഉള്ളൊരു കൗതുകം ഫാക്ടർ, അതൊക്കെയാണ് ബേസിക്കലി സിനിമയിൽ പറയുന്നത്. ഇറ്റ്സ് എ ത്രില്ലർ ജോണറിലുള്ള ഫിലിമാണ്. അതൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ റിവീൽ ചെയ്യാൻ ലിബർട്ടി ഉള്ള കാര്യങ്ങൾ. നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു ഈ പറഞ്ഞ പോലെ ഈവൻ സെറ്റിലാണെങ്കിലും ഹൗ യു ഗൈസ് എൻജോയ്? കാരണം എനിക്ക് തോന്നുന്നു പ്രോബ്ലി നിങ്ങൾ ഒരുമിച്ചായിരിക്കും ഫുൾ ടൈം ഇതിൻ്റെ ഷൂട്ടും. കാരണം നിങ്ങളാണ് ബേസിക്കലി മെയിൻ ക്യാരക്ടർ, ദ സ്ട്രോങ്ങസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരു ഓറ വൈബി പറയുന്നത് ദാറ്റ് സ്പാർക്ക്, ഭയങ്കര സ്പാർക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ഒന്നൊന്നര സ്പാർക്കായിരുന്നു. ഞങ്ങള് പ്രിയ ഇപ്പൊ കുറെ ഇന്റർവ്യൂസിലായിട്ട് പറയുന്നത്, നമുക്ക് ശരിക്കും ക്യാരവനിൽ ഡബിൾ ഡോർ ആകുമ്പോൾ 2 സൈഡ്, ഒരു സൈഡ് ഒരാൾക്ക് ഒരു സൈഡ് ഒരാൾക്ക്, അതിന് നടുക്ക് ഒരു ഡോർ ഉണ്ടാവും, ഒരു കണ്ണാടി വെച്ചിട്ടുള്ള ഡോർ. അത് ഫുൾ ടൈം ഞങ്ങളതിൽ ഓപ്പൺ ആയിരുന്നു. അത് ബേസിക്കലി ഒട്ടും ഞങ്ങൾക്ക് പ്രൈവസി വേണ്ടോ എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം വി വെർ ടുഗെദർ. അതൊരു ഈ കൊള്ള എന്ന് പറയുന്ന സിനിമ കൊണ്ട് എനിക്ക് കിട്ടിയ ഭയങ്കര വലിയൊരു ഒരു കാര്യം ഈ ഒരു ഫ്രണ്ട്ഷിപ്പും കൂടെയാണ്. ലൈക്ക് സംതിങ് ദാറ്റ് ഐ എം ടേക്കിംഗ് അവേ ഫ്രം ദ ഫിലിം. സിനിമ കഴിഞ്ഞിട്ടും തുടരാൻ പറ്റുന്നത് വളരെ നല്ലൊരു ഫ്രണ്ടിനെ എനിക്ക് ഈ സിനിമയിലൂടെ കിട്ടിയെന്നാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സിമിലാരിറ്റി ഞാൻ ഫൈൻഡ് ചെയ്ത കാര്യം, ഇപ്പം ഫസ്റ്റ് മൂവി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് മൂവിയിൽ തന്നെ നമ്മളെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഇറ്റ്സ് ലൈക്ക് എ വെരി ഡിഫിക്കൽട്ട് തിങ്, ഇറ്റ്സ് എ വെരി റെയർ തിങ്. അത് മാത്രമല്ല ഫസ്റ്റ് മൂവിയിൽ തന്നെ ഒരു മെയിൻ ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ഒരു മൂവി കൊണ്ട് തന്നെ യു ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് ഗുഡ് തിങ്സ്. അത് നിങ്ങളുടെ 2 പേരുടെ ലൈഫിൽ സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ നെക്സ്റ്റ് മൂവികളൊക്കെ വരുന്ന ടൈമിൽ മൂവി റിലേറ്റഡ് അല്ലാതെ നോർമൽ ക്രൗഡ് ആൾക്കാർ പറയാറുണ്ടോ ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ മിസ് ചെയ്യുന്നു, അല്ലെ അതുപോലൊരു ക്യാരക്ടർ ഞങ്ങൾക്ക് വേണം? ഇപ്പോൾ എലിയുടെ കാര്യമാണെങ്കിലും വി ജസ്റ്റ് ലവ് ഹെർ, സോ ഐ ബാഡ്ലി വോണ്ട് ടു സീ ദാറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടർ അഗെയിൻ ആൻഡ് അഗെയിൻ. എലിയെ ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എലിയെ ആൾക്കാർ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം ഞാൻ പെർഫോം ചെയ്തുകൊണ്ട് അതല്ല. എലിയെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് അത് അത്രയും ഭംഗിക്ക് ആ ക്യാരക്ടർ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വെരി റിലേറ്റബിൾ. എനിക്ക് പക്ഷെ റിലേറ്റബിൾ അല്ലായിരുന്നു. ബൈ ദ വേ എനിക്ക് ഭയങ്കര പാടായിരുന്നു. എന്തു ഇത്ര സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ ഞാൻ ഒട്ടും പോസിറ്റീവ് അല്ലാത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് ഞാൻ റഹ്മാനെ എപ്പോഴും ഞാൻ പറയായിരുന്നു ഇങ്ങനെ വെറുപ്പിക്കാൻ പറ്റുക.
അങ്ങനെ അപ്പം പറയും നീ അല്ല അല്ല പൊതുവെ ക്യാരക്ടറാണ് അതങ്ങ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. പക്ഷെ എനിക്കത് ഖാലിദ് റഹ്മാൻ ഡയറക്ടർ ആരെ കൊണ്ടും വേണ്ടത് എന്താ അത് കൃത്യം കറക്റ്റ് നമ്മുടെ അടുത്ത് നിന്ന് അത് എക്സ്ട്രാക്ട് ചെയ്യാൻ അറിയുന്ന ഒരു ഡയറക്ടറാണ്. അപ്പം റഹ്മാനും നവീൻ ചേട്ടനും ഇവർക്കും പിന്നെ ഓഫ്കോഴ്സ് എൻ്റെ കോ ആക്ടേഴ്സിന് അവർക്കുള്ള ക്രെഡിറ്റ് മാത്രമാണ്. ഞാൻ എന്തോ അവർ പറഞ്ഞു ഞാനത് ചെയ്തു, അതാണ്. പക്ഷെ അതിലും വലിയ കാര്യമുണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മളത് എങ്ങനെ ചെയ്യുന്നുള്ളതിൽ തീർച്ചയായിട്ടും how that performance came out എന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എനിക്ക് കിട്ടിയ ആക്സെപ്റ്റൻസ്. ഞാൻ ഒരു രീതിയിലും ആ ക്യാരക്ടർ ആൾക്കാർ സ്വീകരിക്കുന്നു വിചാരിച്ചില്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരും എൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും ഒരു എലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുമില്ല. കാരണം എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഇപ്പോൾ അവർക്ക് കണ്ട സാധനം വീണ്ടും കാണാൻ അവർക്ക് തന്നെ താല്പര്യമില്ല. അത് അവർക്ക് നല്ല ചെയ്യാനേ നമുക്ക് താല്പര്യം, നമുക്കും താല്പര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ അവര് വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവരും എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കും എന്നാണല്ലോ. അപ്പൊ അങ്ങനെ പ്രിയക്കാണെങ്കിലോ, കാരണം ആ ഒരു മൂവി അല്ലെങ്കിൽ ആ ഒരു മൂവി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സെലിബ്രേറ്റഡ് ഒരു ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി റെയർ. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഒരു റൊമാൻറ്റിക് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു ക്യാരക്ടറിന് എപ്പോഴാണ് വരുന്നത്, ഈവൻ ഫ്രം ദ ഫിലിം? അങ്ങനെ ഇപ്പോൾ ആ ഫിലിമിൽ നോക്കുകയാണെങ്കിൽ അതിലൊരു കിസ്സിങ് സീനുണ്ട്. അപ്പം അതിനുശേഷം ഇങ്ങനെ ഓക്കെ ഷീസ് ഓപ്പൺ ടു ഡൂയിങ് സീൻസ് ലൈക്ക് ദാറ്റ് എന്നുള്ള രീതിയിലുള്ളൊരു അങ്ങനത്തെ രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ വേണ്ടെന്ന് വെക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫിലിം കഴിഞ്ഞിട്ട് മോസ്റ്റ്ലി ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആയി പോവാന്നുള്ളൊരു അതെനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. ഇറ്റ്സ് ഒരു കൈൻഡ് ഓഫ് ബ്രാൻഡിങ് വീഴാണ്. അപ്പോൾ ഏതൊരു പരിപാടിക്ക് പോയാലാണെങ്കിൽ പോലും എന്തൊരു ബ്രാൻഡ് എൻഡോഴ്സ്മെൻ്റ് ആണെങ്കിലും അതിലൊക്കെ at the end of it they want me to wink. അപ്പോൾ ആസ് എൻ ആക്ടർ ഇസ് നോട്ട് ഹെൽപ്പിംഗ് മീ ഗ്രോ. നോ, എനിക്ക് പുതിയതായിട്ട് ചെയ്യാനൊന്നുമില്ല. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒന്നുമില്ല. അതന്നെ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കാൻ പറയുമ്പം നമുക്ക് ഇറ്റ്സ് നോട്ട് റിവാർഡിങ്. നോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ബ്രേക്ക് വന്നതും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാനായിട്ട് അത്രയും വലിയൊരു ബ്രേക്ക് വന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആരും അങ്ങനെ അതേ ക്യാരക്ടർ വേണമെന്നോ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഫിലിംസ്, എനിക്ക് റൊമാൻറ്റിക് ഫിലിംസ് ചെയ്യാൻ ഇഷ്ടമാണ്, ഒരു ബുദ്ധിമുട്ടില്ല. ഐ വിൽ ഡു ഇറ്റ്. വന്നേ നല്ല ലവ് സ്റ്റോറീസ് ഒന്നും ഞാൻ ചെയ്യാൻ റെഡിയാണ്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ബട്ട് നോട്ട് ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗൈൻ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഏതായാലും ഈ ഷൂട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരുമിച്ചായിരുന്നു. നിങ്ങൾക്ക് രണ്ടു പേർക്കും അവിടുന്നും ഇവിടുന്നും കിട്ടിയ ഒരു സം ഗുഡ് തിങ്, ഒരു ഗുഡ് ക്വാളിറ്റി ദാറ്റ് യു നോട്ട് ലേൺഡ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചില ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് കുറേ നാൾ നമ്മൾ കഴിയുമ്പോൾ അവരുടെ ചില ഗുഡ് ക്വാളിറ്റി നമുക്ക് കിട്ടും, ബാഡ് ക്വാളിറ്റിയും കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ദാറ്റ് കൈൻഡ് ഓഫ് വാവ് ഷീ ഈസ് ഡൂയിങ് ഗുഡ് ഇൻ ദാറ്റ്, ഐ എം നോട്ട് ദാറ്റ്, അല്ലെങ്കിൽ എനിക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം അവൾക്കുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വാട്ട് യു ഗോട്ട് ഫ്രം എന്ന് ചോദിക്കുവാണെങ്കിൽ? എനിക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ലൈക്ക് ഫ്രം ഹർ. സ്റ്റാൻഡിങ് അപ്പ് ഫോർ യുവർ സെൽഫ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡെഫിനറ്റ്ലി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ചില കാര്യങ്ങൾ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഫീൽ ആയാൽ പോലും അത് വോയിസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. കാരണം ഞാൻ വിചാരിക്കും അവരെന്താ വിചാരിക്കുക, ഇവളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ അപ്പോഴേക്കും ഇതൊക്കെ പറയാൻ തുടങ്ങിയോ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ടോക്സ് ഒഴിവാക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ പറയാതിരിക്കും. അപ്പം ലൈക്ക് അത് 10 മടങ്ങായിട്ട് ബാക്ക് ഫയർ ആയി നമ്മുടെ അടുത്ത് വരും. ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ കാര്യം കംപ്ലയിൻറ്റ്സ് റേസ് ചെയ്യാന്നുള്ളതല്ല, നമ്മൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, പ്രൊഫഷണലി കമ്മ്യൂണിക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ കൂടി നമ്മൾ ഭയങ്കരമായിട്ട് ടേക്ക് ഓൺ ഫോർ ഗ്രാൻഡഡ് ആവും. അപ്പൊ പിന്നെ അതൊരു ഭയങ്കര വലിയ പ്രശ്നത്തിലായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അത് വെറുതെ അലമ്പം. നമ്മൾ നേരത്തെ ഇതാണ് ഇങ്ങനെയാണ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രോസസ്സ് മനസ്സിലാക്കി നമ്മൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണല്ലോ. ഇത്രയും പേര് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡല്ലേ. അപ്പൊ നമ്മൾ എല്ലാവരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാലേ അത് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോവുള്ളൂ. അപ്പൊ നമ്മൾ ഉള്ളിലിട്ട്, ഞാൻ വിശ്വസിക്കുന്നതാണ് ഏത് ബന്ധത്തിലും നമ്മൾ കാര്യങ്ങളിങ്ങനെ ഉള്ളിലിട്ടിട്ടിട്ട് കൂമ്പാരം പോലെ ആക്കിയിട്ട് ഒരു ദിവസത്തൊക്കെ പൊട്ടിത്തെറിയും. അതിലും നല്ലത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്, ഞാൻ ശരിക്കും ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. എനിക്ക് എന്താണ് ഒന്നാമത് എൻ്റെ മുഖത്തുണ്ടാവും എനിക്ക് എന്താ തോന്നുന്നത്, രണ്ടാമത് എനിക്ക് തോന്നുന്നത് ഓപ്പൺലി പറയുന്നതാണ് എന്നും നല്ല. എനിക്ക് ഫേക്ക് ചെയ്തിട്ട് ഒരു മുഖം മൂടി അണിഞ്ഞ് എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെ ചെയ്യാനും ഇഷ്ടമല്ല. അപ്പം ഞാൻ പറയുമായിരുന്നു നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ
അത് നമുക്ക് വേണ്ടി ഒരു വേറൊരാൾ വന്ന് പറയാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പ്രിയ ഇപ്പം 5-10 വയസ്സുള്ള ഒരു കുട്ടി ചൈൽഡ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലല്ലോ. ഒരാൾ വന്നിട്ട് പ്രിയക്ക് വേണ്ടി സംസാരിക്കും, പ്രിയക്ക് വേണ്ടി പ്രിയ തന്നെ സംസാരിക്കുക, രക്ഷയ്ക്ക് വേണ്ടി രക്ഷ തന്നെ സംസാരിക്കുക അല്ലേ. നമുക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ പ്രിയയുടെ ക്വാളിറ്റീസ് ഒരുപാടുണ്ട്. ഇത് ഇവള് വർക്കൗട്ട് ചെയ്യും, നിങ്ങൾ വിശ്വസിക്കുമോ? ഒന്നാമത് ഈ കുട്ടി എന്ത് കഴിച്ചാലും നന്നായി കഴിക്കും, നല്ല ഫുഡിയാണ് പ്രിയ. പക്ഷെ ദൈവം ഭാഗ്യം എന്തോ ഇഷ്ടമല്ല ഇങ്ങനത്തെ ആൾക്കാരെ. പക്ഷെ അത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഈ തിന്നിട്ട് വണ്ണം വെക്കാത്ത ആൾക്കാരെ. ഞാനൊക്കെ ഒരു സൈഡിൽ പോയി ചുമ്മാ ഒന്ന് മണത്താ, നീ മണക്കൂല്ലേ, എന്നാ നീ വണ്ണം വെച്ചോ പറയും. അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷെ എന്നാലും ഷീൽ ടേക്ക് ദ ടൈം എഫേർട്ട് ടു ഒരു ഡിസിപ്ലിൻ ഉണ്ട് പ്രിയയ്ക്ക്. ഞാൻ പറഞ്ഞ വർക്കൗട്ട് കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു ഡെയിലി റൂട്ടീൻ, ഒരു ഡിസിപ്ലിൻ, ഒരു ഷീ ടേക്സ് കെയർ ഓഫ് ഹെർ സെൽഫ്. അതൊക്കെ ഒരു ആക്ടർ എന്ന നിലയിൽ, കാരണം നമ്മളെ ശരീരമാണല്ലോ നമ്മളുടെ ടൂൾ, അസറ്റും അതാണല്ലോ. അപ്പം അത് വളരെ ഭംഗിയായിട്ട് എടുത്തു. പിന്നെ ഭയങ്കര ഗിവിങ് ആണ് ആസ് എ ഹ്യൂമൻ ബീങ്. ഒട്ടും സെൽഫിഷ് അല്ലാത്ത ഒരു ആക്ടർ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും പുള്ളിക്കാരി ഭയങ്കര ഗിവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒട്ടും ഞാൻ 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 എന്നുള്ളൊരു തോട്ട് ഇല്ല. അല്ലെ, ജെന്യുവനായിട്ട് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ചിലപ്പോൾ അപ്പോഴായിരിക്കും ആ വ്യക്തിനെ അറിയുന്നത്. അത് പറയുമ്പോൾ അല്ലെ ഇങ്ങനെയൊക്കെ ആണോ എൻ്റെ ക്വാളിറ്റി എന്ന് ചിലപ്പോൾ അറിയുന്നതും അങ്ങനെ ആയിരിക്കും അല്ലേ. ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിൽ പോലും കാസ്റ്റ് ചെയ്ത സമയത്ത് ലൈക്ക് മാനേജേഴ്സ്, അപ്പം നമ്മൾ മാനേജേഴ്സിനോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ടോക്ക് വന്നിരുന്നു ആക്ച്വലി. ഒബ്വിയസ്ലി ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു പ്രോബ്ലി ഒരു 20% ആണെങ്കിലും കുറച്ച് കൂടുതൽ സ്ക്രീൻ സ്പേസ് രജിസ്റ്റർ ചേച്ചിക്ക് ഉണ്ടാവും എന്നുള്ളത് എൻ്റെ അടുത്ത് വിളിച്ചപ്പോഴേ പറഞ്ഞിരുന്നു. ആൻഡ് ഐ വാസ് കംപ്ലീറ്റ്ലി ഫൈൻ വിത്ത് ദാറ്റ്. ആൻഡ് അങ്ങനെ ഒരു ലീഡ് അല്ലെങ്കിൽ സെക്കൻഡ് ലീഡ് അങ്ങനത്തെ കാര്യങ്ങളോടും ഐ എം നോട്ട് വെരി ബോതേർഡ് അബൌട്ട് ദാറ്റ്. നമുക്ക് എന്ത് കിട്ടുന്നത് ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ മാനേജേഴ്സിൻ്റെ ഇടയിൽ ഒരു ടോക്ക് വന്നിരുന്നു. ആൻഡ് ദേ വർ ലൈക്ക് ഇതിപ്പോൾ നീ ഇങ്ങനെ പറയും, പക്ഷെ പോകുന്ന സമയത്ത് പ്രോബ്ലി അങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് വന്നേക്കാം, നിനക്ക് മേ ബി ഈഗോ അടിച്ചേക്കാം. ആൻഡ് ഐ എം ലൈക്ക് എവിടെ ചേട്ടാ, ഈഗോ എന്ന് പറയുന്ന സാധനം പൊതുവേ ലൈഫിൽ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഒരു ഉപകാരവും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ and what if she is given a little preference, അല്ലെങ്കിൽ what if she is given a little more എന്താ പറയുക, കുറച്ചും കൂടിയും കൊടുത്തു എന്ന് വെച്ചിട്ട് എന്താണ് ഇപ്പം എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്? ഒന്നുമില്ല. എനിക്ക് തരുന്നത് എന്തോ അത് ഞാൻ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഈഗോ അടിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഷീ ഈസ് ബീങ് ട്രീറ്റഡ് ലൈക്ക് ദാറ്റ് എന്ന് വിചാരിക്കേണ്ട കാര്യവുമില്ല. ആൻഡ് ഇഫ് ഷീ ഈസ് ഗിവൻ കുറച്ച് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ വർക്ക് ഷീ ഹാസ് ഡൺ. ആൻഡ് ഇത്രയും ഐ ഡോണ്ട് ഈവൻ തിങ്ക് ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ വർക്ക് ഐ ഹാവ് ഡൺ. ഐ തിങ്ക് വാട്ട് ദ സ്ക്രിപ്റ്റ് ഡിമാൻഡ്സ് അല്ലേ. സ്ക്രിപ്റ്റിൽ എന്താ ഡിമാൻഡ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കും ചിലപ്പോൾ കുറച്ച് കൂടുതൽ സീൻസ് ഉള്ളത്. പ്രിയ ചെയ്യുന്ന ക്യാരക്ടറാണ്, അല്ലാണ്ട് പ്രിയ പി വാര്യറുടെ സ്റ്റാർ വാല്യൂ ഞാൻ പറഞ്ഞ അതല്ല അല്ലേ, മാനദണ്ഡം അതല്ല. ഞാൻ പറയുന്ന ക്യാരക്ടറിനെ പറ്റിയല്ല, ആസ് എ ക്യാരക്ടർ കൊടുക്കുന്ന പ്രിഫറൻസ് അല്ല ചേച്ചി ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആസ് എൻ ആക്ടർ കൊടുക്കുന്ന ഓൺസെറ്റ് കിട്ടുന്ന ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. So what? She is senior in like location treatment that location treatment. അത് പിന്നെ എനിക്ക് തോന്നുന്നു ജനറലി അങ്ങനെയായിരിക്കും. ഇപ്പം അലൻസിയർ ഏട്ടൻ വരുമ്പം എന്നേക്കാൾ കൂടുതൽ ട്രീറ്റ്മെന്റ് പുള്ളി തരും, കാരണം പുള്ളി എന്നേക്കാൾ സീനിയർ ആക്ടറാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? സീനിയോറിറ്റിക്കും പ്രായത്തിനും എല്ലാത്തിനും കൂടുതൽ കിട്ടുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ടോക്ക് വന്നിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് no, I am really not bothered about that. എനിക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല. ആൻഡ് യൂഷ്വലി ഇപ്പം 2 ഫീമെയിൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ 2 പെൺകുട്ടികളെ ജനറലി നോക്കുകയാണെങ്കിൽ ഇപ്പം അറ്റ്ലീസ്റ്റ് ഇൻ മൈ കേസ് ഐ ഹാവ് നോട്ട് ലൈക്ക് ഹാഡ് വെരി പ്ലസൻറ്റ് എക്സ്പീരിയൻസസ് വിത്ത് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ്. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ആ സമയത്തൊക്കെ മോസ്റ്റ്ലി ആൾക്കാർ ഇപ്പോൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് എന്നെ നോക്കിക്കണ്ടിട്ടുള്ളത് ഒന്നല്ലെങ്കിൽ ഒരു അസൂയയോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈഗോ പ്രശ്നം എപ്പോഴും എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഓൾ ഓഫ് മൈ ലൈഫ് ഞാൻ കുറേ കൂടെ ഐ ഹവ് ബിൻ ബെറ്റർ ഫ്രണ്ട്സ് വിത്ത് ബോയ്സ്. ഐ ജെൽ ബെറ്റർ വിത്ത് ദം. അപ്പം എനിക്കങ്ങനെ പ്ലസൻറ്റ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓൺ സെറ്റ് ഞാൻ ചെല്ലുമ്പോഴാണെങ്കിലും ചേച്ചിയുടെ കൂടെയുള്ളൊരു ദ റിലേഷൻഷിപ്പ് ഹൗ ഇറ്റ് ബ്ലൂംഡ് ഇൻ ദീസ് 40 days, ഇറ്റ് വാസ് ആക്ച്വലി ലൈക്ക് വെരി പ്ലസൻ്റ്ലി സർപ്രൈസിങ് ടു മീ. ഞാൻ ഒരിക്കലും വേറൊരു ഫീമെയിൽ, എസ്പെഷ്യലി ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇത്രയും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും
അടിപൊളിയായിട്ട് ജെല്ലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല. സോ അവിടെ ഈ പറയുന്ന പോലെ ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ ഒരു പറഞ്ഞ പോലെ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമേ ഇല്ല. As long as you know we are treating each other with mutual respect, anything else in the way doesn't matter. അങ്ങനെ പിന്നെ ഒരു ഈക്വൽ വിയേർഡ് ഫ്രീക്വൻസി ഇല്ലെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ലൈക്ക് മോർ ഫൺ. വേറെ ഒരു തേർഡ് പേഴ്സൺ അഡ്വാൻസ് ആയിട്ട് പറയുന്ന കാര്യം പോലും കേൾക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഇവിടെ വിയേർഡ് ഫ്രീക്വൻസി കുറച്ച് അധികം തന്നെയായിരുന്നു. ഞാനൊരു ഇൻസിഡന്റ് പറയട്ടെ. എന്നോട് ചെവി പറ. ഇല്ല, ഞാൻ പറയും. അയ്യോ പറയില്ലേ. ഞാനൊരു ദിവസം എനിക്കൊരു ദിവസം ഷൂട്ടില്ല, ഓക്കെ, ബ്രേക്കാണ്. അപ്പം ഞാൻ റൂമിൽ കിടന്നുറങ്ങാണോ. ഒരു സെക്കൻഡ് ഞാൻ റൂമിൽ കിടന്നുറങ്ങുന്നു. ചേച്ചിക്ക് ഷൂട്ടുണ്ട്. അപ്പം രാവിലെ 6:45 7 മണി എന്താണ് സമയം. നമുക്ക് ആകെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടിയാൽ നമുക്ക് ഉറങ്ങാൻ കിട്ടുന്ന ദിവസമല്ലേ. ഞാൻ കിടന്നുറങ്ങും. ഞാൻ നോക്കുമ്പോൾ 6:45 7 മണി സമയത്ത് ഡോറിൽ ബെല്ലടിയോട്ട് ബെല്ലടി. അപ്പൊ ഞാൻ വെച്ചാൽ ദൈവം, ചേച്ചിയുടെ റൂം തൊട്ട് ഓപ്പോസിറ്റ് ആയിരുന്നു. ആൻഡ് ഈ പറഞ്ഞ പോലെ തുരുതുരാന്ന് ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് ദൈവം എന്തെങ്കിലും എമർജൻസി ആണോ എന്താണോ എന്നറിയില്ല. എൻ്റെ കൂടെ അന്ന് അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അമ്മേനെ എണീപ്പിച്ചിട്ട് അമ്മ ഡോറിൽ ആരും ബെല്ലടിക്കുന്നുണ്ട്, ആരാന്ന് പോയി നോക്കുമ്പോ എന്തെങ്കിലും അത്യാവശ്യമാണോ എന്നൊക്കെ പിടിച്ച് അങ്ങനെ ബെല്ലടി. എന്നിട്ട് അമ്മ പോയി തുറന്നപ്പോല്ലേ ആൻറ്റി പ്രിയല്ലേ. അപ്പൊ എനിക്കിത് റൂമിനകത്തുനിന്ന് കേൾക്കാം. അപ്പൊ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ പുറത്തേക്ക് പോയി. അങ്ങനെ ഞാൻ എന്താ ചേച്ചി ചോദിച്ചപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ സ്പ്രേ ഇല്ലേ ഇന്ന് അത് മണത്ത് വെക്കുന്നു പറഞ്ഞിട്ട് ഒരു സ്പ്രേയും കൊണ്ടുവന്ന് വന്നേക്കാം. എന്നെ സ്പ്രേ കാണിക്കാൻ വേണ്ടി വന്നേക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾക്ക് രാവിലെ കിട്ടുമ്പോൾ ഷൂട്ടിന് പോയാൽ മതി. കിടന്നുറങ്ങുന്ന മനുഷ്യനെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് കൈ കാണിക്ക് സ്പ്രേ അടിച്ചാൽ സ്പ്രേ അടിച്ച് മണം നല്ലല്ലേ അന്നൊക്കെ ഞാൻ പോവാന്ന്. അല്ല എനിക്ക് ഷൂട്ടിന് പോണം. അതിന് മുന്നേ ഇത് തലേന്ന് ഡിസ്കസ് ചെയ്ത കാര്യമാണല്ലോ. അല്ല പക്ഷെ എനിക്കത് കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. ഭയങ്കര ഒരു ആഹ്ലാദം അത് കാണിക്കാൻ വേണ്ടി. എനിക്കിങ്ങനെ പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടം. അതായത് എനിക്ക് നല്ല മണം ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് ആകെ ഇച്ചിരിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉള്ളത് പെർഫ്യൂംസ് ആണ്. 2-3 ഉണ്ട് എന്ന് പറയാം. അപ്പൊ അത് ആ ഒരു എക്സൈറ്റ്മെന്റില് കൺസേൺ ഉള്ളതുകൊണ്ടാണ്. കൺസേൺ ഒന്നും ഇല്ല. എല്ലാം OCD സമയത്തിന് അത് പണ്ട് ടോയ്സ് മേടിക്കുമ്പോൾ അത് അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ വികാരമാണ് കാണിക്കാം. രാത്രിയാണല്ലോ അവിടെ ഓടും നമ്മള്. ഇതുകൊണ്ട് ഇപ്പൊ പുതിയ വണ്ടി കണ്ടോ എന്ന് പറയാം. പുതിയ PS5 കണ്ടോ. അല്ലേ പിന്നത്തെ പിള്ളേരാണെങ്കിൽ അത് PS5. എക്സ്ബോക്സ് മറ്റേ ഗെയിം വേറെ സെറ്റ്, PS5 ഇപ്പൊ ഇറങ്ങിയത്. എന്താണല്ലേ ലോകം. ഓക്കെ, ഇനി കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആക്കാം, ചോദിക്കാം. ഓക്കെ, ഒന്ന് സെറ്റിലെ കാര്യങ്ങൾ അതല്ലാതെ ചോദിക്കാം. ഓക്കെ, സെറ്റിലെ ചോദിക്കാം. ഓക്കെ, ഏറ്റവും കൂടുതൽ ടേക്ക് എടുക്കുന്ന ആൾ, ടേക്ക് പോകുന്ന ആൾ, മേ ബി അങ്ങനെ ആവാം. ഡയറക്ടർ പുള്ളിക്കല്ലേ തോന്നുന്നത്. അതല്ലാതെ ആക്ടേഴ്സ് നോക്കുവാണെങ്കിൽ അങ്ങനെ ഇല്ല, എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരോ സീനിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അങ്ങനെ ഒരു ഇപ്പം ഡയറക്ടർക്ക് വേണ്ട സാധനം എക്സ്ട്രാക്ട് ചെയ്യുന്നത് വരെ ആ ടേക്ക് പോകാന്നുള്ളതല്ലേ. അങ്ങനെ ഒരാളെ മാത്രം ഫുൾ ടൈം ടേക്ക് എടുത്തോണ്ടിരുന്നു എന്ന് പറയാൻ അങ്ങനെ ആരുമില്ല. ഞാൻ ചോദിക്കുന്നില്ല അത്. പിന്നെ അല്ല അങ്ങനെയല്ല, നമ്മളൊക്കെ കൂടുതലും അധികം ടേക്സ് ഒന്നും പോയിട്ടില്ല. ജനറലി ഓൺ സെറ്റ് എല്ലാവരെയും വെച്ച് നോക്കുകയാണെങ്കിൽ 2-3 ടേക്സിന്റെ മുകളിൽ ഒന്നും പോയിട്ടില്ല. സെറ്റിലെ ഫുഡിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ആൾ ആരാണ്? ഞാൻ. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പം 12 മണിയായാലേ ഫസ്റ്റ് മീൽ കഴിക്കുള്ളൂ, 6 മണിക്ക് മുന്നേ തീർക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു 6 hours മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ. ഞാൻ ആക്ച്വലി എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് എന്താന്ന് ആ സമയത്ത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടും വിചാരിക്കുന്ന പോലെ വെയിറ്റ് കുറയുന്നില്ല. അത് ഈ ഒരു 3 മാസം മുന്നെയാണ് അത് എന്തായിരുന്നു പ്രശ്നം എന്ന് കണ്ടുപിടിച്ചതും എനിക്ക് അതിനൊരു സർജിക്കൽ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് ഓക്കെ. പക്ഷെ ആ സമയത്ത് എന്താണെന്നറിയില്ല. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഡയറ്റും കാര്യങ്ങളൊക്കെ, കാരണം ഈ സിനിമയ്ക്കും സ്റ്റെഫിയുടെ മധുരമനോഹര മോഹത്തിനും വേണ്ടി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു. വലിയ കാര്യമായിട്ടൊന്നും കുറഞ്ഞില്ല. ഇപ്പൊ പിന്നെ അത് ഹെൽത്ത് ഇഷ്യൂ സോർട്ട് ആയപ്പോൾ അത് മാറി. സെറ്റിലും ക്യാരക്ടറായി തുടരുന്ന ഒരാൾ ഉണ്ടായിരുന്നു? ഐ മീൻ ഈവൻ ആഫ്റ്റർ ദ ടേക്ക് എ ഷൂട്ട് സെറ്റിലും ഒക്കെ അത് ക്യാരക്ടർ പിടിച്ച് നടക്കുന്ന ആരെങ്കിലും? വിനയ് ചേട്ടൻ അല്ലേ? ഏകദേശം ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ആയിരുന്നു.
താനെന്താണോ പറയുന്നത്, ഞാൻ അങ്ങനെ ഒന്നും അല്ലല്ല, എനിക്ക് തോന്നുന്നു പുള്ളി ആ ഒരു എഫേർട്ട് എടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഡയറക്ടറെ വെള്ളം കുടിപ്പിച്ച ഒരു സീൻ, അല്ലെങ്കിൽ മേ ബി അതിനെ കുറച്ചുകൂടെ പോളിഷായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് ഏറ്റവും സങ്കീർണമായ ഒരു സീൻ, അല്ലെങ്കിൽ ദാറ്റ് വാസ് ലൈക്ക് ദ റിയലി ഹാർഡ് സീൻ, അങ്ങനെ പറയാം. അത് ഈ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു 4-5 ദിവസം നമ്മൾക്ക് ആ ഷൂട്ട് തന്നെയായിരുന്നു. അതെ, ആ സ്ഥലത്ത് വെച്ച് തന്നെ അത് ഭയങ്കര ഡിമാൻഡിങ് ആയിരുന്നു. അത് ബേസിക്കലി നമുക്ക് അത്രയും ഹെക്റ്റിക് ആയത് എന്താന്ന് വെച്ചാൽ നമ്മുടെ രണ്ടുപേരെയും ഹെൽത്ത് ആ ടൈം ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡിറ്റീരിയോറേറ്റ് ചെയ്തിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ഷൂട്ട്. അപ്പോൾ ആ സമയത്താണെങ്കിലും ഞാനിവിടെ അരയിലൊരു ബെൽറ്റും കിട്ടിയിട്ടാണ് നടക്കുന്നത്. സ്ലിപ്പ് ഡിസ്ക് ആയിരുന്നു, വാസ് എൻ L4 L5 ലെവൽ സ്ലിപ്പ് ഡിസ്ക്. അപ്പോൾ അതിൻ്റെ ഇതുവരെ മാറിയിട്ടില്ല ഫുള്ളി. സോ ചേച്ചിക്കാണെങ്കിലും ഫൈനൽസിന്റെ സമയത്ത് പറ്റിയൊരു ലിഗമെന്റ് എയറും പിന്നെ ബാക്കിന് പ്രശ്നം. എൻ്റെയും ഡിസ്ക് പ്രൊട്രൂഡായി പുറത്ത്, ഇവിടുത്തെ ഡിസ്ക്. അതായത് ബേസിക്കലി പറഞ്ഞാൽ പയ്യ, പിന്നെ ഒരു എന്തൊരു പ്രാണി കടിച്ചിട്ട് മേല് മൊത്തം വീർത്ത് അങ്ങനെ അലർജിക് റിയാക്ഷൻ, അങ്ങനെ ഡെയിലി എന്തെങ്കിലുമൊക്കെ. പിന്നെ നമുക്ക് ഇത് ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ ഷൂട്ട് ചെയ്തതല്ലേ ഞാൻ ഈ പറഞ്ഞ സീൻ. അത് കുറച്ച് എല്ലാരും പാടുപെട്ടു അല്ലേ. The terrains were very like irritating അല്ല, it was very difficult. Irritating അതൊക്കെ എന്തെന്ന്. അതിപ്പോ നമ്മള് സാധാരണ ഇപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു ഫിസിക്കലി സ്ട്രെനുവസ് ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു മലയും കുന്നും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എക്സ്ട്രാ ഫിസിക്കൽ എഫേർട്ട് ആണല്ലോ. അപ്പൊ അതുപോലെ നമുക്ക് ലൈക്ക് അൺഈസി ടെറൈൻസ് ആയിരുന്നു നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത്. സെറ്റിലെ മോസ്റ്റ് ഒരു ഫൺ മൊമെന്റ്, അല്ലെങ്കിൽ മേ ബി സം പ്രാങ്ക്, എനിക്കറിയാം ഇത് ഭയങ്കര സീരിയസ് പരിപാടിയായിരുന്നു എങ്കിലും ഇതിന്റെ കഥ ഞാൻ പറഞ്ഞു. ഞങ്ങള് കഷ്ടപ്പെട്ടൊരു ദിവസം എന്നാ ഇന്നിവിടെ ഒരു പ്രാങ്ക് നടത്തി. അത് ഇവളുടെ ഐഡിയ ആയിരുന്നേ, നമ്മളല്ല. ഇവള് പ്രാങ്ക് ചെയ്യണം കണ്ടുപിടിച്ചു. ഇവളും രവിചേട്ടനും മറ്റേ പ്രാങ്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാം. അപ്പം നമ്മള് 40 ദിവസമായി എന്റർടൈൻമെന്റ് എന്തെങ്കിലും വേണ്ടേ. അപ്പം ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഇത് ഏറ്റവും എളുപ്പമായിട്ടൊരു സെറ്റിൽ നമുക്ക് കോസ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നം എന്താ, ആക്ടർമാർ തമ്മിൽ തല്ല്. അപ്പം അത് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ തല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി പിന്നെ സൂര്യചേട്ടനാണെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യമായി ടെൻഷൻ ആവാൻ. അപ്പം പുള്ളിക്കാരൻ ടെൻഷൻ ആവാൻ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഐ വാസ് ലൈക്ക് എന്തായാലും പ്രാങ്ക് ചെയ്യാ ഇന്ന്. നമ്മൾ രണ്ടുപേരും എന്തെങ്കിലും പറഞ്ഞ് തല്ല് പിടിക്കുന്നു. എന്താ നമ്മൾ റീസൺ പറഞ്ഞത്, എന്തോ നമ്മൾ റീസൺ പറഞ്ഞ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും റീസൺ ഒരു ബിലീവബിലിറ്റി ഇല്ലാത്തൊരു. ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ, ചേച്ചി യു സ്റ്റാർട്ട് ഷൗട്ടിങ് അറ്റ് മീ, ഐ വിൽ ഓൾസോ സ്റ്റാർട്ട് ഷൗട്ടിങ് അറ്റ് യു. അങ്ങനെ നമുക്ക് സെറ്റിൽ വെച്ച് ഭയങ്കര തല്ലാവും. അപ്പം എല്ലാവരും രവിചേട്ടനെ അറിയാം, ഹി വാസ് ഇൻ ഓൺ ഇറ്റ്. നമ്മളത് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള പരിപാടിയായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ദിസ് ചേച്ചി ബാക്ക്ഡ് ഔട്ട്. എനിക്ക് ചിരി വരും, ഞാനില്ല എന്നും പറഞ്ഞു. എനിക്ക് റിയൽ ലൈഫിൽ സത്യം പറയാൻ എനിക്ക് ഭയങ്കര പാടാ. എനിക്കിങ്ങനെ എനിക്ക് പറ്റില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ എന്നെ എന്തോരം പേര് പറ്റിച്ചിട്ട് പ്രാങ്ക് ചെയ്ത് ഞാനതൊക്കെ വിശ്വസിക്കും. എനിക്ക് ഫോണിലൊക്കെ ആണെങ്കിൽ വിളിച്ച് പ്രാങ്ക് ചെയ്യാനൊക്കെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. എനിക്ക് നേരിട്ട് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയാണ്. എന്തിന് വെറുതെ നാട്ടുകാർ മൊത്തം പറയുക നമ്മുടെ അടിയ, പിന്നെ നമ്മൾ അത് അടിയില്ല കേട്ടോ എന്ന് പറഞ്ഞ നടക്കണ്ടേ. നിങ്ങൾ തന്നെ ഇടും തമ്മിൽ. ഓക്കെ, പക്ഷേ നെക്സ്റ്റ് ചാൻസ് ഇനി എപ്പോഴെങ്കിലും നമുക്കത് ട്രൈ ഔട്ട് ചെയ്യാം. ആ പ്രായം വേറെ 2 പടം ചെയ്തല്ലോ, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയില്ല ഈ ഐഡിയ. ഇല്ല, അവിടെ നിന്ന് അധികം സമയം ഉണ്ടായില്ല. നമുക്ക് 40 ദിവസം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ കുറേ ആലോചിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് 10 ദിവസം 15 ദിവസം അത്രയൊക്കെ. നിങ്ങൾ ഒരുമിച്ച് തന്നെ ഇനി അടുത്തൊരെണ്ണം വരട്ടെ, എന്നിട്ട് പ്ലാൻ ചെയ്യാവുന്ന അല്ലേ. ഓക്കെ, എല്ലാവരുടെ അടുത്തും എപ്പോഴും കൂളായി ചില്ലായി നടക്കുന്ന ഒരു വ്യക്തി, ദാറ്റ് പേഴ്സൺ ഈസ് ലൈക്ക് എ ഫൺ, ടോട്ടൽ ഫൺ ഇൻ യുവർ സെറ്റ്. ഹു ഇസ് ദാറ്റ്? മേബി നിങ്ങൾ രണ്ടുപേരും തന്നെ ആയിരിക്കും. ഡെയിൻ ആയിരിക്കും. ആണ് കംപ്ലീറ്റ് പാക്കേജ് ഫൺ. ഡെയിൻ വന്നാൽ ചിരി പൊട്ടാൻ തുടങ്ങും. വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചോണ്ടിരിക്കും. അതായത് എല്ലാം മണ്ടത്തരങ്ങൾ, മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞോണ്ടല്ലോ. കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതും അല്ലല്ല, അവനങ്ങനെ ആയിപ്പോയി. വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോഴേ എന്തെങ്കിലും ഇങ്ങനൊക്കെ ഒരു എക്സ്പ്രഷൻ ഇട്ടോളെ നമ്മളെ ദൂരത്ത് നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസാ. വെറുതെ ചിരിച്ചോണ്ടിരിക്കാൻ ഡെയിനുള്ളപ്പോ. ഡെയിൻ ഇതില് എന്താണ്, ഇതില് ലൈക്ക് ഈ മൂവിയിലെ നാട്ടുകാരനാണ്. പ്രശ്നം ഉണ്ടാക്കുന്നത്, കൊള്ളയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നാട്ടുകാരനാണോ? അല്ല, നാട്ടുകാരനാണ്. നമ്മളെല്ലാരും നാട്ടുകാരാ.
അല്ലേ ആൻസർ? ഡെയ്ന ആരാ? അല്ല ശരിക്കും നാട്ടുകാരനൊക്കെ അല്ല ആണ്. പക്ഷെ അതൊരു വൻ ആൾ. അതാ ഞാൻ പറഞ്ഞത്, നല്ല ബെസ്റ്റ് ആൻസർ നാട്ടുകാരനാണ്. എല്ലാവരും നാട്ടുകാരാണല്ലോ. ഓക്കെ. സോ എനിവേസ് ഈ പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. രണ്ട് സ്ട്രോങ് ലേഡീസ് നിൽക്കുന്നത്, അതിൻ്റെ പോസ്റ്ററിലും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്, മാസ്ക് ഒക്കെ ഇട്ടിട്ട്. ആൻഡ് കൂടുതൽ ഞങ്ങൾ കാണാൻ വേണ്ടി വി ആർ ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ആൻഡ് ഇനി കാണാൻ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ദ ഓഡിയൻസ്, വാട്ട് യു വോണ്ട് ടു ടെൽ ദം, ലൈക്ക് ഓക്കെ കം ടു തിയേറ്റർ എന്ന് പറയുന്നതിന് എന്തെങ്കിലും, ലൈക്ക് വി ആർ ഗിവിങ് ദിസ് ടു യു എന്ന് പറയാൻ എന്തെങ്കിലും അബൌട്ട് ദിസ് മൂവി? ഇറ്റ് വിൽ ബി എൻ ഇൻട്രസ്റ്റിംഗ് ത്രില്ലർ. ഇതുവരെ കാണാത്ത കൈൻഡ് ഓഫ് ഒരു, എസ്പെഷ്യലി അത് രണ്ട് പെൺകുട്ടികൾ ലീഡ് ചെയ്യുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി വന്ന് കാണുക. ആൻഡ് ഐ ഫീൽ ലൈക്ക് യു വിൽ ബി എൻഗേജ് ത്രൂ ഔട്ട്. ഇറ്റ്സ് എ പക്ക കമേഴ്ഷ്യൽ ഫിലിമാണ്. എൻഗേജിങ് ആയിരിക്കും എന്തായാലും. ഓക്കെ ഫൈൻ. ഒരു ത്രില്ലർ, ഒരു എൻഗേജിങ്, ദാറ്റ് ഒരു കാണാൻ വേണ്ടി ഒരു ഏർജ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആൻഡ് അടിപൊളിയാവട്ടെ. ഈ പറയുന്നത് ജൂൺ 9-നാണ് റിലീസ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരെ അന്ന് നമുക്ക് കാണാം. തിയേറ്ററിലാണെന്ന് പറയാം, നമുക്ക് അയച്ചു വിളിക്കാം. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അത് മാത്രമല്ല, നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ അങ്ങ് പോട്ടെ. ഈ പറഞ്ഞ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് എ വണ്ടർ ദാറ്റ് യു ഗോട്ട് ഹെർ, അല്ലേ? അപ്പോൾ അങ്ങനെ പോട്ടെ, തിരിച്ചു അങ്ങനെ തന്നെ ആവട്ടെ. നിങ്ങൾക്ക് ഒരുമിച്ച് ഇനിയും നല്ല മൂവികൾ ചെയ്യാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ക്രൂ കൊള്ള. ആൻഡ് ബെസ്റ്റ് ടു യു ടു. താങ്ക് യു. യെസ്. ഓക്കെ.